ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു തക്കാളിച്ചോറ് ഉണ്ടാക്കിയ കഥയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു വലിയ റെസിപ്പി വീഡിയോ ഒന്നല്ല. ഞാൻ ആദ്യമായിട്ടാണ് തക്കാളിച്ചോറ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സക്സസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്നും. എല്ലാവർക്കും അറിയുന്ന സെയിം സംഭവമൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ ഈ ഡെയിലി ചോറും കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കത് ബോറടിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും, നമുക്ക് കഴിക്കാനും ഒരു രസമായിരിക്കും. ഇത് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതായിരുന്നു. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം ടേസ്റ്റായി തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം വെച്ച് നന്നായിട്ട് പാത്രം ചൂടായപ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു. തക്കാളിച്ചോറിൽ നെയ്യ് ആഡ് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു ഇറച്ചിച്ചോറ് ബിരിയാണി ആ ഒരു ടേസ്റ്റ് വരും. സാധാരണ നമുക്ക് നോർമൽ ഓയിൽ വെച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1 സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യുടെ കൂടെ ഞാൻ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടാണ് സവാള ഇട്ടിട്ടുണ്ടായിരുന്നത്. നെയ്യും സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. സൺഫ്ലവർ ഓയിൽ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തത്. സൺഫ്ലവർ ഓയിൽ കയ്യിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നെയ്യുടെ ഒപ്പം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ആഡ് ചെയ്തു എന്നുള്ളൂ. അതിലോട്ട് ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്. കാര്യം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിച്ചോറിന് വേണ്ടിയിട്ട്. അരിയൊക്കെ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഓൾറെഡി കുക്ക് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് അത് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബസ്മതി റൈസിന് പകരം നമുക്ക് നോർമൽ എന്ന് വെച്ചാൽ വൈറ്റ് റൈസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക മട്ടരി അതിനേക്കാളും. പൊന്നിയരിയൊക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കുക്ക് ചെയ്യേണ്ടതൊക്കെ അറിയാമല്ലോ. എന്താണ് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു പ്രൊപ്പോർഷനിലാണ് ഞാൻ അരി വേവിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ കുറച്ച് നെയ്യൊഴിച്ചു. നെയ്യൊഴിച്ചിട്ട് ഗ്രാമ്പു പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുക. എന്നിട്ട് ഞാൻ അരി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ വറുത്തെടുത്തതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ അരി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ അരി വേവാൻ ആവശ്യമായിട്ടുള്ള സോൾട്ടും കാര്യങ്ങളും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അരി വേഗം വെന്ത് കിട്ടി. പിന്നെ അരിയിൽ ഞാൻ എക്സ്ട്രാ വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് തക്കാളിച്ചോറ് ആയതുകൊണ്ട് പിന്നെ ഞാൻ കാഷ്നട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ. എന്നിട്ട് ഓൾറെഡി ഇതാ അപ്പുറത്തെ പാത്രം കണ്ടില്ലേ, അവിടെ ഞാൻ കുക്ക് ചെയ്ത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സമയം കൊണ്ട് നമ്മുടെ സവാള ഇവിടെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വാടണം. സവാള നന്നായിട്ട് വാടിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും സവാള നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് എന്ത് കറിക്കായാലും അതിൻ്റേതായ ഒരു ടേസ്റ്റ് നല്ല രീതിക്ക് വരിക എന്നാണ് എന്നോട് അമ്മ പറയാം. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും സവാള ഇട്ടതല്ലേ, അപ്പോൾ നന്നായിട്ട് വാടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാണ്ടിരിക്കുക. കാര്യം ഞാൻ കുറച്ച് കട്ടി കുറവുള്ള പാത്രം എടുത്തിട്ടുള്ളത്, പെട്ടെന്ന് അടി പിടിച്ചാൽ പണിയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. അതിലോട്ട് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ സ്പൈസി ഇഷ്ടമാണ് എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കുറവാണ് എന്നുള്ളവർക്ക് പച്ചമുളക് ഇത്രയും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടും പിന്നെ ഞാൻ എടുത്തിട്ടുള്ള റൈസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വെച്ചിട്ട് ഞാൻ 2 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സവാളയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയും പച്ചമുളകും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാര്യം ഇതിൽ നമ്മളിനി കുരുമുളകും മുളക് പൊടിയൊക്കെ ഇടണതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പച്ചമുളക് എത്ര എണ്ണം വേണമെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. കൂടിക്കഴിഞ്ഞാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഭയങ്കര സ്പൈസി ആയി പോവും. അപ്പോൾ കുഞ്ഞുകുട്ടികൾക്കാണെങ്കിൽ അതൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞുകുട്ടികൾക്ക് എന്നല്ല, ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ അത് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എരിവൊക്കെ അങ്ങനെ നോക്കുക. കാര്യം നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടുകയാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ചതച്ചാൽ മതി എന്നല്ല, അത്യാവശ്യം നന്നായിട്ട് ചതയ്ക്കുക.
എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ റൈസിന് വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ സവാള എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്താൽ മതി. ഞാനിവിടെ ആകെ ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. എന്നിട്ട് അത് ഞാൻ ചതയ്ക്കാണ് ചെയ്തത്, മിക്സിയിലല്ല, നോർമലി കല്ലിലിട്ട് ചതയ്ക്കാണ് ചെയ്തത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നന്നായിട്ട് അടി ചേർത്ത് ഇളക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ വലിയ ഷെഫൊന്നല്ല കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് പലപ്പോഴും ഓരോന്ന് കുക്ക് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവുമോ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ എനിക്ക് പല പ്രാവശ്യമായി അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് കേസ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചതാണ് അങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചേർത്തും ഇളക്കി സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ടൊമാറ്റോ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. ടൊമാറ്റോ പ്യൂരി ആയിട്ട് എടുക്കണം. ഞാനൊരു 2 വലിയ തക്കാളിയാണ് പ്യൂരി ആയിട്ട് എടുത്തിട്ടുള്ളത്. പ്ലസ് ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ കട്ട് ചെയ്തും ഇതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ടൊമാറ്റോസിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടേണ്ടതാണ്. അതുപോലെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറയ്ക്കാമെന്നല്ല, മെയിനായിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ടൊമാറ്റോസ് ആയതുകൊണ്ട് തന്നെ ടൊമാറ്റോയുടെ ക്വാണ്ടിറ്റി എപ്പോഴും കൂടുതലായിരിക്കണം. പിന്നെ നമ്മൾ പുളി നന്നായിട്ട് നോക്കണം കേട്ടോ. ടൊമാറ്റോയുടെ പുളി അനുസരിച്ച് വേണം അത് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ആ സവാളയൊക്കെ നന്നായിട്ട് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയാണ്. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയുടെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കൂടാണ്ടിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ 1/2 സ്പൂണിൽ കൂടുതലുണ്ടാവും മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചും കൂടെ കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ അതുപോലെ എരിവും കുറച്ച് മറ്റേ മുളകിനേക്കാളും കുറവായിരിക്കും. കാശ്മീരി ചില്ലി ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല, നോർമൽ മുളക് പൊടി ഇട്ടാലും മതി. പക്ഷേ നമ്മൾ അതിൻ്റെ എരിവിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി എത്രയാണോ ആ സെയിം ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ മല്ലിപ്പൊടിയും ആഡ് ചെയ്യാനായിട്ട്. മല്ലിപ്പൊടിയും ആ ഒരു ക്വാണ്ടിറ്റിയിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുളക് പൊടി എത്രയാണോ എടുത്തത് അത്രയും തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മസാലപ്പൊടിയാണ്. ഇപ്പോൾ നമ്മൾ മസാല പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നെയ്യും വെളിച്ചെണ്ണയും ഒഴിക്കണ സമയത്ത് തന്നെ പൊടിക്കാത്ത മസാലയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ സവാള ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ചത് ആഡ് ചെയ്യണോണ്ടാണ് ഞാൻ ഇപ്പോൾ മുളക് പൊടി ആഡ് ചെയ്ത് മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മസാലപ്പൊടി ആഡ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ മസാലാസ് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി എടുത്ത ക്വാണ്ടിറ്റിനേക്കാളും ഒരിച്ചിരി കൂടുതൽ മസാലപ്പൊടി ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ മസാല ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പൊടിച്ച ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കൽ വളരെയധികം മസ്റ്റാണ് ഗൈസ്. കാരണം നമ്മൾ എടുക്കുന്ന പാത്രം അനുസരിച്ചിരിക്കും കേട്ടോ. കട്ടി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിലൊരു ശ്രദ്ധ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മസാല കരിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയാലും അത് ടേസ്റ്റായിട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും മസാല നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മാത്രമല്ല നമ്മൾ വെളിച്ചെണ്ണയോ ഒക്കെ കുറവ് തോന്നുകയാണെങ്കിൽ മസാലയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഓയിലും ഇതൊക്കെ അത്യാവശ്യം ആഡ് ചെയ്തുകൊണ്ട് എനിക്കങ്ങനെ വീണ്ടും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ പിന്നെ മസാല ചെക്ക് ചെയ്യുക, ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അഡീഷണലായിട്ട് ആഡ് ചെയ്യണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചെക്ക് ചെയ്യേണ്ടത്. കാര്യം നമ്മളിനി ടൊമാറ്റോ പ്യൂരിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാവണേക്കാളും മുമ്പ് മസാല ഓക്കെ അല്ലേന്ന് ആദ്യം നോക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുക. അപ്പോൾ മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയൊക്കെ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ ടൊമാറ്റോ പ്യൂരിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതിൻ്റെ എനിക്കൊരു അബദ്ധം പറ്റി എന്താ വെച്ചാൽ ഞാൻ ടൊമാറ്റോ
പ്യൂരി ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ജാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ഇടുന്ന സമയമായപ്പോൾ എനിക്കത് തുറക്കാൻ പറ്റുന്നുണ്ടായില്ല ഗൈസ്. ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും അത് എനിക്ക് തുറക്കാൻ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്യും. മിക്സിയുടെ ജാറൊക്കെ ഞാൻ നന്നായി പ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് അത് തുറക്കാനും കുറച്ച് ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കുക്കായി വരുന്ന സമയം, കറക്റ്റ് ആഡ് ചെയ്യേണ്ട സമയമായപ്പോൾ എനിക്ക് ജാറ് തുറക്കാൻ കിട്ടണം ഗൈസ്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചുമരും അടിച്ച് അവിടെ അടിച്ച് ഇവിടെ അടിച്ചിട്ടൊന്നും മിക്സിയുടെ ജാറ് തുറക്കാൻ പറ്റുന്നില്ല. ചേട്ടനാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആകെ പെട്ട അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ എന്തായാലും പണി പാളിയത് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എൻ്റെ നീണ്ട നേരത്തെ ഒരു 15 മിനിറ്റ് ഒന്നുമില്ല, ഒരു 10 മിനിറ്റോളം ഞാൻ ആ ജാറുമ്മ കിടന്ന് അഭ്യാസം കാണിച്ചു ഗൈസ്. അതിന് ശേഷമാണ് എനിക്കത് തുറക്കാൻ പറ്റിയത്. ലാസ്റ്റ് ഞാൻ സ്ലാവുമ്മ തട്ടിയിട്ട് കുറേ തട്ടിയിട്ടാണ് അത് ഓപ്പണായി കിട്ടിയത്. എന്നിട്ട് വീണ്ടും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷമാണ് ടൊമാറ്റോ പ്യൂരി ഇട്ടത്. അപ്പോൾ ടൊമാറ്റോ പ്യൂരി നമ്മൾ സവാളയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ടൊമാറ്റോയുടെ പുളി ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ടൊമാറ്റോ പുളി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ സോൾട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ റൈസ് കുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിലും സോൾട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ തക്കാളി ആഡ് ചെയ്യാൻ. ഇവിടെ ഓവറായിട്ട് പുളിയുള്ള തക്കാളി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്ര വലിയ തക്കാളി എടുത്ത് പ്യൂരി ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 തക്കാളി ഞാൻ പ്യൂരി ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മൾ റൈസ് കഴിക്കുമ്പോൾ നമുക്കൊരു വേറൊരു ഇതാണല്ലോ കട്ട് ചെയ്തത് കഴിക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കാര്യം ടൊമാറ്റോയുടെ ആ ഒരു പച്ചക്കുത്തും കാര്യങ്ങളും പോയി കിട്ടണ വരെ, നന്നായിട്ടൊന്ന് കുക്കാവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ അതിലോട്ട് പുതിനയാണ് ആഡ് ചെയ്യുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ മല്ലിയില ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത് അത്യാവശ്യം കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആഡ് ചെയ്തില്ല, പുതിന മാത്രമേ ആഡ് ചെയ്തുള്ളൂ. പിന്നെ അത് കുക്ക് ചെയ്ത റൈസ് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.